കുവൈറ്റിൽ വിഷമദ്യം കഴിച്ച 10 പേർ മരിച്ചതായി റിപ്പോർട്ട്. മരിച്ചവരിൽ മലയാളികളും ഉണ്ട് എന്നാണ് പ്രാഥമികമായ വിവരം. വിവിധ ആശുപത്രികളായി 15ഓളം പേർ ചികിത്സയിലുണ്ട് എന്നും പ്രാദേശിക അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുരേഷ് വെളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അൽ അഹമ്മദി ഗവർണറേറ്റിലാണ് ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടയിലാണ് പലരെയും പല ഭാഗങ്ങളിൽ നിന്നുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ഒരു സ്ഥലത്തു നിന്നും മദ്യം വാങ്ങിയിരുന്നു, മദ്യം കഴിച്ചിരുന്നുവെന്ന് വ്യക്തമായതും ആ മദ്യം പിന്നീട് പരിശോധന നടത്തിയപ്പോൾ അതിൽ വിഷാംശം ഉണ്ടായിരുന്നു, വ്യാജമദ്യമാണ് അതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇങ്ങനെ 3 സ്ഥലങ്ങളിലെ ആശുപത്രികളിലായി അദാൻ, ഫർവാനിയ, അബാസിയ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലായി 15 പേരെയാണ് പ്രവേശിപ്പിച്ചത്. ഇതിൽ ഇപ്പോൾ ഏതാണ്ട് 10 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. ആ മരിച്ചിട്ടുള്ള ആളുകളിൽ മലയാളികളുണ്ടെന്നുള്ളതാണ് സൂചന ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ആളുകളുണ്ട്. ഇന്ത്യക്കാരാണ് ഏറ്റവും അധികം ആളുകൾ ദുരന്തത്തിന് ഇരയായത്. പലരുടെയും വിവരങ്ങളൊക്കെ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. ഇക്കാര്യത്തിലൊന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഒരു ഭാഗത്തു നിന്നും വരുന്നില്ല എന്നുള്ളതാണ് ഈ വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാനുള്ളത്. ജലീബ് ബ്ലോക്ക് 4-ൽ നിന്നുമാണ്. ജലീബ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഒട്ടേറെ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ നിന്നുമാണ് ഇവർ മദ്യം വാങ്ങിയത്. അതിനുശേഷം മദ്യം കൊണ്ടുപോയി താമസിക്കുന്നിടങ്ങളിൽ നിന്നൊക്കെ കഴിച്ചു. ഈ മദ്യം കഴിച്ചിട്ടുള്ള ആളുകളിൽ 15 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും അതിൽ 10 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. പലരും പലയിടങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവർക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമുള്ളതും അതോടൊപ്പം തന്നെ ചിലരുടെ കാഴ്ചശക്തി പോയതായിട്ടൊക്കെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുമുണ്ട്. ഏതായാലും സംഭവത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.